ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് 1 kg വെയിറ്റ് വരുന്ന പിസ്താഷ്യോ കേക്കാണ്. അപ്പോൾ എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. കേക്കിന് ആവശ്യമായ എഗ് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. 3 മുട്ട, അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ സുർക്ക ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊന്തിയതിനു ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് പിസ്ത മിക്സ് ഒരു 5 ഡ്രോപ്സ് എങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം കേക്ക് ബാറ്റർ 7 ഇഞ്ച് മോൾഡിൽ ഒഴിച്ച് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കേക്കിനെ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് ഒരു കേക്ക് ബോർഡ് എടുത്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു കേക്ക് വെച്ച് മിഠായി മാറ്റും വെള്ളവുമാണ് സിറപ്പായിട്ട് യൂസ് ചെയ്തത്. 1/4 കപ്പ് മിഠായി മാറ്റിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് സിറപ്പ് യൂസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഫില്ലിങ്സിനായി പിസ്തയും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ കേക്കും കണ്ടിന്യൂ ആയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. 15 മിനിറ്റിന് ശേഷം കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ക്രീമിലേക്ക് 2 ഡ്രോപ്സ്, പിസ്ത മിക്സിലേക്ക് 2 ഡ്രോപ്സ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു നോസിലെടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് കേക്കിന്റെ ടോപ്പറിൽ കുറച്ച് ഫ്ലവർ വെക്കാം. അതിന് വേണ്ടിയിട്ട് പെറ്റൽ നോസിലാണ് ഞാൻ ഇവിടെ എടുത്തത്. നമുക്ക് റോസ് ഫ്ലവർ വരച്ചു കൊടുക്കാം.
കേക്കിന്റെ ടോപ്പറിലായിട്ട് നമ്മൾ കുറച്ച് ഫ്ലവർ സെറ്റ് ചെയ്ത് ഇനി ലീഫ് വരച്ചു കൊടുക്കുക. അതിനു വേണ്ടി പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്ത് ലീഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്കിന്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേന്റെ ഒരു ടോപ്പറും കുത്തി കൊടുത്ത് ബ്ലാക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ പേര് എഴുതി കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.